വളർത്തിയിരുന്നു. ഇനിയും വളർത്താൻ. ആദ്യത്തെ ചോദ്യം ഞാൻ ചോദിച്ചാൽ നിങ്ങൾ പറയുന്ന മറുപടി എനിക്കറിയാം. പശു വളർത്തൽ നഷ്ടമാണ് എന്ന് വളർത്തുന്നവർ പറയും, അല്ലേ? ആദ്യത്തെ മറുപടി അതായിരുന്നു. പശു വളർത്തുന്നവര് ആദ്യം പറയുന്ന ഒരു മറുപടി എങ്ങനെയുണ്ട് പശു വളർത്തല്? നഷ്ടമാണ് കേട്ടോ, നഷ്ടമാണ്, വലിയ പാടാണ്, സർക്കാരൊന്നും തരുന്നില്ല, അതുകൊണ്ട് വലിയ പാടാണ് എന്ന് ആണ് മറുപടി കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ ആ ചോദ്യം ചോദിക്കുന്നില്ല. ഒന്ന്. രണ്ടാമത്തത്, ഈ സ്കീമിന് വേണ്ടി പശുവിനെ വളർത്തുന്നവരുണ്ട്. ഞാൻ നെഗറ്റീവാണ് പറയുന്നതെന്ന് ധരിക്കരുത്. സർക്കാരിൻ്റെ ചില സ്കീമുകളുണ്ട്, ആ സ്കീമിന് വേണ്ടിയിട്ട് പശുവിനെ വളർത്തുന്നവരുണ്ട്. ഉദാഹരണമായിട്ട് 5 ലക്ഷം രൂപ ഗവൺമെൻറ് തരുന്നുവെന്നിരിക്കട്ടെ. നിങ്ങൾക്കത് 1 ലക്ഷം രൂപയോ 2 ലക്ഷം രൂപയോ സബ്സിഡി തരാം എന്ന് ഗവൺമെൻറ് പറയുന്നുവെങ്കിൽ സംരംഭകർ ഒരുപാട് പേരുണ്ടാവും. ആ സംരംഭകരെല്ലാം മുന്നോട്ട് വരും, സംഗതി ഇങ്ങ് സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ സബ്സിഡി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് അവസാനിപ്പിക്കും. ഇതിൻ്റെ രണ്ടാമത്തെ പ്രധാന. ഞാനിത് നെഗറ്റീവ് പറയുന്നു എന്ന് നിങ്ങൾ ധരിക്കരുത്. നെഗറ്റീവ് പറയുന്നു എന്ന് ധരിക്കരുത്. തുടക്കമേ നെഗറ്റീവാണ് പറയുന്നത് എന്ന് ധരിക്കരുത്. പശു വളർത്തും ഒരാൾ പറഞ്ഞു ലാഭമാണ് എന്ന് പറഞ്ഞു. എങ്ങനെ ലാഭമാവാം, എങ്ങനെ നഷ്ടമാവാം? ഇത് 2 ചോദ്യങ്ങളാണ് നമ്മുടെ മുന്നിൽ. ഇതിലുള്ള അപ്പം ഒരാൾ പറഞ്ഞു ലാഭം. ഇവിടെ ഈ ഫാമിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ വന്നിട്ട് ഇപ്പം ഒരു 3 മാസം കഴിഞ്ഞതേ ഉള്ളൂ ഈ ഫാമിൻ്റെ ചാർജ്. ഞാൻ ആദ്യം എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് സനലെന്നാണ്. സനൽ. 22 കൊല്ലം മൃഗസംരക്ഷണ വകുപ്പിൽ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറായിട്ടും അവസാനം ഫീൽഡ് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തു. അങ്ങനെ ഒരു ആളാണ്. നിങ്ങൾക്ക് എന്നോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾ എത്ര പശുവിനെ വളർത്തിയിട്ടുണ്ട് ചോദിക്കാം. നിങ്ങൾ ഈ ജോലിയിൽ ഇരുന്നിട്ട് എത്ര പശുവിനെ വളർത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് എന്നോട് ഇങ്ങോട്ട് ചോദിക്കാം. മറുപടി അത്ര സുഖകരമല്ല. ഞാൻ കൂടുതൽ പശുവിനെ വളർത്തിയിട്ടില്ല. പക്ഷേ എൻ്റെ കുട്ടിക്കാലം പശുവിനെ വളർത്തി ഒരു വീട്ടിലാണ് ഞാൻ വളർന്നത്. എൻ്റെ വീട്ടിൽ അന്ന് കൃഷി ഉള്ളതുകൊണ്ട് അന്ന് കൃഷിക്ക് ചാണകം ആവശ്യമുണ്ടായിരുന്നു.